നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 82ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ ഈ ആഴ്ചയും ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 1 മന്ത് 1 വീക്ക് അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിം അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ആഴ്ച വരുന്ന ന്യൂസസും കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആദ്യമേ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ നിഫ്റ്റിയുടെ നമുക്കിപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,245 അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്ക് മന്ത്ലിയിലും വീക്ക്ലിയിലും ഡെയിലിയിലും ഒപ്പം ന്യൂസും കൂടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. അപ്പം താഴോട്ടൊരു ബിയറിഷ് മൂവ്മെൻറ്റ് തരാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റിൽ വീണ്ടും കഴിഞ്ഞ ആഴ്ചയും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം മാർച്ച് മാസത്തെ ക്യാൻഡിൽ മന്ത്ലി ക്യാൻഡിൽ ഈ കാണുന്നതാണ്. അപ്പം ഇത് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. അപ്പം മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ്, സെല്ലിംഗ് പ്രഷർ ഉള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം 16,150 റീജിയൻ. ഈ ഒരു റീജിയൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയനും അതുപോലെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ മാർക്കറ്റിൻ്റെ ഈ 18,600 റീജിയനുമാണ്. അപ്പോൾ നമുക്കിനി വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി നമ്മൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഒരു വീക്കിൽ നമുക്ക് ഒരു നല്ല സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിൽ തന്നെയാണ് കാണാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൻ്റെ അവസാനവും നമുക്ക് ഇതിൻ്റെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ വീക്കിലെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലോയിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും വീക്കിലിയിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിൽ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്കൊന്ന് പോകാം. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു ക്യാൻഡിലാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തിരുന്നത് മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞാണ്, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അവർ കൃത്യമായിട്ട് അറിയാം നമ്മൾ എക്സാക്ട്ലി ഈ ഒരു സപ്പോർട്ട് ഈ ഒരു റെസിസ്റ്റൻസ് റീജിയനിൽ വരെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്ന് താഴോട്ടൊരു മൊമെൻറ്റമാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിച്ചു. ആ 16,800 റീജിയനിലേക്ക് വന്നു. ഈ 16,800 റീജിയൻ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ ഒരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഒരു താഴോട്ടൊരു മൊമെൻറ്റമാണ് മാർക്കറ്റ് തന്നത്. അപ്പം ഇനി നമുക്ക് ഡെയിലിയിലും ലാസ്റ്റ് ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഒരു താഴോട്ടൊരു മൊമെൻറ്റം, അതായത് ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ലോ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിങ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് സപ്പോർട്ട് റീജിയൻ ഈ 15,900 റീജിയനാണ്. 900-950 ഈ ഒരു റീജിയൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു റീജിയനിൽ മാർക്കറ്റ് 2021 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആ ഒരു മാസ കാലയളവിൽ ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയൻ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് താഴോട്ട് പോരുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ അപ്പം ഇതും ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് 15,900-950 റീജിയൻ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് തരുവാണ്. 900-ന് താഴെയൊക്കെ ക്ലോസിങ് തരികയാണ്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ 15,500-450 റീജിയൻ. ഈ ഒരു റീജിയനാണ് നമ്മൾ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു അടുത്ത സപ്പോർട്ട്. അപ്പം മാക്സിമം ഈ ഒരു റീജിയൻ വരെ നമുക്ക് അടുത്ത ആഴ്ച മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. റഷ്യ യുക്രൈൻ വാർ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടുത്തെ ഒരു കണ്ടീഷൻ ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസിലേക്ക് വരുന്നിടം വരെ വീണ്ടും മാർക്കറ്റിലൊരു ബീറിഷ് സെൻറ്റിമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് റീജിയൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടൊരു മൂവ്മെൻറ്റ് തരും. അപ്പോൾ 15,500 റീജിയൻ 450-500 റീജിയൻ വരെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഇനി ഇൻ കേസ് ഇവിടെ നിന്നൊരു ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ ഈ ഒരു റീജിയനും വരെ 16,800 റീജിയൻ വീണ്ടും സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് പോയപ്പോഴും വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അപ്പം ആ ഒരു റീജിയനിൽ നിന്ന് വീണ്ടും അത് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ
മാർക്കറ്റിൽ നല്ല പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അപ്സൈഡ് മൊമെൻറ്റം വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഈ 17,750-800 റീജിയനാണ്. ഈ ഒരു റീജിയനിൽ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാർക്കറ്റ് ഈ ബീറിഷായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വിംഗ് ട്രേഡിങ്സിൽ വളരെ ആലോചിച്ച് തന്നെ ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് എൻട്രീസ് എടുക്കുക, കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ച് എക്സിറ്റ് ആകുക. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്റ്റോക്സിൽ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യം. സ്വിംഗ് ട്രേഡിങ്സിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എക്സിറ്റ് ആകുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിങ്സിൻ്റെ വീഡിയോസ് ഒന്നും ഈ ആഴ്ച ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിലും കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതിപ്പം എൻ്റെ അനാലിസിസാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചാർട്ട് ഓപ്പൺ ആക്കി ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് റീജിയൻസ്, റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ ഡ്രോ ചെയ്ത് പഠിക്കുക. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസിഷൻസ് മാർക്കറ്റിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നൊരു ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.